കപ്പ് പ്രീ ക്വാർട്ടറിൽ സ്ലോവാക്യക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. ഇംഗ്ലണ്ടിനായി ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും ഗോൾ നേടി. മറ്റൊരു മത്സരത്തിൽ ജോർജിയക്കെതിരെ സ്പെയിനും ജയം. മത്സരത്തിൽ ജോർജിയ നേടിയ ഒരു ഗോളിനെതിരെ 4 ഗോളുകൾ നേടിയാണ് സ്പെയിൻ ജയിച്ചത്. യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിന്റെ അവസാന മിനിറ്റിൽ ഇംഗ്ലണ്ടിനെ കരകയറ്റി യുവതാരം ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും ക്യാപ്റ്റൻ ഹാരി കെയ്ന്റെയും ഗോളുകൾ. 25-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് സ്ലോവാക്യ ഇവാൻ സ്ട്രാൻസിലൂടെ ലീഡ് നേടി. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന സൗത്ത്ഗേറ്റും സംഘവും കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് തിരിച്ചടിച്ചത്. 95-ാം മിനിറ്റിലെ ബൈസൈക്കിൾ കിക്ക് ഗോളിലൂടെ സ്ലോവാക്യയോട് സമനില പിടിച്ചു. അതോടെ മത്സരം 1-1 എന്ന നിലയിലായി. അധിക സമയത്ത് ഹാരി കെയ്നും ലക്ഷ്യം കണ്ടതോടെ ഇംഗ്ലണ്ട് ജയത്തോടെ മടങ്ങി. നേരത്തെ 25-ാം മിനിറ്റിൽ ഇവാൻ ഷാൻസാണ് സ്ലോവേക്യയ്ക്കായി ലക്ഷ്യം കണ്ടത്. മത്സരത്തിലുടനീളം ഇരു ടീമുകളും നിരവധി ഗോളവസരങ്ങൾ സൃഷ്ടിച്ചു. ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. മത്സരം ആരംഭിച്ചത് മുതൽ സ്പെയിനിന്റെ നിലയ്ക്കാത്ത ആക്രമണങ്ങളാണ് കണ്ടത്. നിക്കോ വില്യംസും യമാലും അൽവാരോയും മൊറാട്ടോയും ജോർജിയൻ ഗോൾമുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. സെൽഫ് ഗോളിൽ മുന്നിലെത്തിയ ജോർജിയയ്ക്ക് റോഡിയുടെയും ഫാബിയൻ ലൂയിസിന്റെയും നിക്കോ വില്യംസിന്റെയും ഡാനിയൽ ഒൽമോയുടെയും ഗോളുകളിലൂടെ മറുപടി നൽകിയ സ്പെയിൻ 4-1 ജയിച്ചു കയറി. തുടക്കം മുതൽ എതിർ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറിയ സ്പെയിനിനൊത്ത എതിരാളികളാകാൻ ഒരു ഘട്ടത്തിലും ജോർജിയയ്ക്കായില്ല. മത്സരത്തിൽ 76% പന്ത് നിയന്ത്രണത്തിലാക്കിയ സ്പെയിൻ 35 ഷോട്ടുകൾ ഉതിർത്തുവിട്ടപ്പോൾ 13 വലയ്ക്ക് നേരെയായിരുന്നു. ജോർജിയൻ താരങ്ങൾക്ക് അടിക്കാനായത് 4 ഷോട്ടുകൾ മാത്രമാണ്. ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയാണ് സ്പെയിന്റെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.